അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിനാണ് സർക്കാർ മുൻഗണന കൊടുത്തത്. ജോഷ്ല കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോഷ്ല, ഈ രീതിയിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ് വനംവകുപ്പ്. വനമന്ത്രി അക്കാര്യമാണ് വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് മരണകാരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആന ചെരിഞ്ഞത് എന്നതിനെക്കുറിച്ച് വ്യക്തമാവേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും മനു, എന്താണ് മരണകാരണം എന്നുള്ളത് അറിയേണ്ടത് ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആന വളരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശാന്തമായി പോയൊരു ആനയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അതിന് വലിയൊരു പ്രശ്നങ്ങളൊന്നും ആർക്കും തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഫോറൻസിക് സർജൻ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൃത്യമായി, അതായത് ഒരു ജീവിയെ കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ജീവനുകൾ രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യ സംഘത്തിന് മുന്നിലും വനംവകുപ്പിന് മുന്നിലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആ ഒരു ഭീതിതമായ അവസ്ഥയെ നേരിടുന്നതിന് വേണ്ടി മാത്രമാണ് അതിനെ വലിയ പോറലൊന്നും ഏൽപ്പിക്കാതെ ഇവിടെ നിന്നും ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. ഉച്ചവരെ ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം മറ്റെല്ലാ വിധത്തിലും നടത്തിയിരുന്നെങ്കിലും അത് സാധിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ പരക്കെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് മയക്കുവെടി വെക്കാത്തത്, എന്തുകൊണ്ടാണ് ഇതിനെ കൊണ്ടുപോകാത്തത് എന്നുള്ളത്. ആ സമയത്തോട് അടുക്കുമ്പോഴാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. എല്ലാ പഠിച്ച പണി 18 നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ആനയെ കൊണ്ടുപോകാനുള്ള, മയക്കുവെടി വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയത്. നമുക്ക് ഇവിടുത്തെ ഒരു നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ ഒരു സാഹചര്യം എന്നുള്ളത് നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട് ആ സമയത്ത് ഭയമുണ്ടായിരുന്നു, എന്തായാലും കൊണ്ടുപോയത് മയക്കുവെടി വെച്ച് കൊണ്ടുപോയത് തന്നെയായിരുന്നു നല്ലത് എന്നുള്ളത്.